ജാനകിയുടെയും അബിയുടെയും വീട് വളരെ മനോഹരമായി ത്രില്ലടിപ്പിക്കുന്ന ട്വിസ്റ്റുകളുമായി മുന്നേറുകയാണ്. ജാനകി തന്റെ അമ്മയെ കണ്ടെത്തുന്നു. തുടർന്ന് അബിയും ജാനകിയും പൊന്നുവും കൂടി ശരണാലയത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പൊന്നുവിനെ കാണുമ്പോൾ ജാനകിയുടെ അമ്മയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കുകയും ചിരിക്കുകയും പൊന്നുവിന്റെ മുഖത്ത് സ്നേഹപൂർവ്വം തഴുകുകയും ഒക്കെ ചെയ്യുന്ന ജാനകിയുടെ അമ്മയുടെ പ്രവർത്തികൾ അബിയിലും ജാനകിയിലും വലിയ സന്തോഷമുണ്ടാക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അമ്മമ്മയ്ക്ക് പൊന്നുവിനോട് ഇഷ്ടമുണ്ടല്ലോ എന്നുള്ള പൊന്നുവിൻ്റെ വാക്കുകളോട് കൂടിയാണ്. ഇത് കേട്ടിട്ട് ജാനകിയുടെ അമ്മ രാധാമണി ചിരിക്കുമ്പോൾ, എൻ്റെ മോളാണമ്മേ ഇത്, അമ്മ അവളെ മോളെ എന്നൊന്ന് വിളിക്കമ്മേ, അമ്മയെ കാണാനല്ലേ അവൾ വന്നത് എന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പോൾ പൊന്നു ജാനകിയോട് അമ്മമ്മ പൊന്നുവിനോട് മിണ്ടും, അമ്മ വിഷമിക്കണ്ട ഇല്ലേ അമ്മമ്മേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മേരിയമ്മ വന്നിട്ട് അബിയോടും ജാനകിയോടും പറയുകയാണ്, മക്കളെ നിങ്ങൾ വന്നിട്ട് സ്വാമിജി ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ടിട്ട് ജാനകിയും അബിയും കൂടി പൊന്നുവിനെ അവിടെ നിർത്തിയിട്ട് സ്വാമിജിയെ കാണുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മേരിയമ്മ പൊന്നുവിനോട് പറയുകയാണ്, മോൾക്ക് സന്തോഷമായല്ലോ അല്ലേ, അമ്മമ്മയെ തിരികെ കിട്ടിയില്ലേ, ഇനി അമ്മമ്മ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മമ്മയോട് വിശേഷങ്ങളൊക്കെ പറ, ഫോണിൽ കൂടി ഉമ്മ കൊടുത്താൽ പോരാ കേട്ടോ, അമ്മമ്മയ്ക്ക് നേരിട്ടൊരു ഉമ്മ കൊടുക്ക്. ഇത് കേട്ടിട്ട് പൊന്നു അമ്മമ്മേ ഉമ്മ എന്ന് പറഞ്ഞ് രാധാമണിക്ക് ഉമ്മ കൊടുത്തിട്ട് പറയുകയാണ്, അമ്മമ്മേ അമ്മമ്മയുടെ പൊന്നുവാണ് ഞാൻ. തുടർന്ന് കാണുന്നത് സ്വാമിജി ജാനകിയോടും അബിയോടും സംസാരിക്കുന്ന കാഴ്ചകളാണ്. സ്വാമിജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകാനാണോ നിങ്ങളുടെ തീരുമാനം? ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല സ്വാമിജി എന്ന് അബി പറയുമ്പോൾ, ഞാൻ അഭിറാമിനോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അരുന്ധതി ദേവി ശത്രുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കുവാൻ മദർ ആഗ്നസ് ശ്രമിച്ചിരുന്നു. അയാൾ ആ നാട്ടിൽ തന്നെയല്ലേ ഉള്ളത്? അതെ, അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ. അബ്രാമിൻ്റെ അച്ഛൻ്റെ ബിസിനസ് പങ്കാളിയാണ് അയാളെന്ന് മദർ ആഗ്നസ് പറഞ്ഞിരുന്നു. ആ നിലയ്ക്ക് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടാവുക സ്വാഭാവികമാണ്, അങ്ങനെയല്ലേ? അപ്പോൾ അബി, സ്വാമിജി അയാളിപ്പോൾ ഞങ്ങളുടെ ബന്ധു കൂടിയാണ്. എൻ്റെ അനുജൻ വിവാഹം ചെയ്തിരിക്കുന്നത് അയാളുടെ മകളെയാണ്. ഓ, അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകില്ലേ? അയാളിൽ നിന്ന് അബിറാമിൻ്റെ പിതാവ് മറച്ചുവെച്ച രഹസ്യമാണ് പുറത്തു വരുന്നത്. കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയേറും, കുടുംബങ്ങൾക്കുള്ളിൽ അന്തഛിദ്രവും ഉണ്ടാവും, പലരുടെയും സമാധാനം തന്നെ തകർന്നു പോകും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ കാണുവാൻ വേണ്ടി കാത്തിരുന്നവളാണ് സ്വാമിജി, അതിനുവേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞവളാണ്. എൻ്റെ അമ്മയെ ശരണാലയത്തിൽ വിട്ടിട്ട് പോകുവാൻ എനിക്കാവില്ല. എനിക്കെൻ്റെ അമ്മയെ വേണം, എനിക്കെൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് സ്വാമിജിയുടെ അനുഗ്രഹമുണ്ടാവും. അപ്പോൾ സ്വാമിജി പറയുകയാണ്, അയാളോട് ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും കുട്ടിയുടെ അമ്മയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ഓർമ്മിച്ചെടുക്കുവാനും പറ്റുന്നില്ല. അമ്മയെ ഒരു സൈക്യാട്രിസ്റ്റിനെ ഏൽപ്പിക്കണമെന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ. തൽക്കാലം അമ്മയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല സ്വാമിജി. കുറച്ച് ദൂരെയായിട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുവാനാണ് ഉദ്ദേശം. ഇത് അബി പറയുമ്പോൾ, അത് ഉചിതമായൊരു തീരുമാനം തന്നെയാണ്. അരുന്ധതി ദേവിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടട്ടെ, പിന്നെയുള്ളത് ജഗദീശ്വരന് വിട്ടുകൊടുക്കാം എന്ന് സ്വാമിജി. ശരി സ്വാമിജി, വീട് കിട്ടിയാൽ നാളെ തന്നെ ഞങ്ങൾക്ക് പോകണം, അതിന് തടസ്സമില്ലല്ലോ എന്ന് വീണ്ടും അബി ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും മകൾക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ എന്ത് തടസ്സമാണുള്ളത്? നാളെ പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെങ്കിൽ അബിറാം ഓഫീസിലേക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി സ്വാമിജി എന്ന് പറഞ്ഞ് അബിയും ജാനകിയും രാധാമണിയുടെ മുറിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. അവിടെ കാണുന്ന കാഴ്ച രാധാമണിയുടെ വായിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ പീസ് എടുത്ത് വെച്ചുകൊണ്ട് ദാ അമ്മമ്മയെ കഴിക്ക് എന്ന് പറയുന്ന പൊന്നുവിനെയാണ്. അപ്പോൾ രാധാമണി അത് തിരികെ പൊന്നുവിൻ്റെ വായിലേക്ക് തന്നെ വെച്ചു കൊടുക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ പൊന്നു വീണ്ടും അത് അമ്മമ്മയുടെ നേരെ തന്നെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, അമ്മമ്മ കഴിക്ക്, പൊന്നുവല്ലേ അമ്മമ്മയ്ക്ക് തരുന്നത്, അമ്മമ്മ കഴിക്കമ്മമ്മേ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാധാമണി വീണ്ടും ആ ഓറഞ്ചിൻ്റെ പീസ് പൊന്നുവിൻ്റെ വായിലേക്ക് തന്നെ നീട്ടിക്കൊടുക്കുമ്പോൾ പൊന്നു ചോദിക്കുകയാണ്, അമ്മമ്മ എന്താണ് സംസാരിക്കാത്തത്? അമ്മമ്മ പൊന്നുവിനോട് ഒന്നും ചോദിച്ചില്ലല്ലോ. ഇതാണോ അമ്മമ്മയുടെ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പൊന്നുവിൻ്റെ വീട് വലിയ വീടാണ്. അച്ഛനും അമ്മയും ചെറിയച്ഛന്മാരും ചെറിയമ്മമാരും ഒക്കെ അവിടെയുണ്ട്. അപർണ ചെറിയമ്മയും അച്ഛമ്മയും മുത്തശ്ശിയെ ദൂരെ എവിടെയോ കൊണ്ടുവിട്ടു. അമ്മമ്മയെ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവിട്ടതാണോ ഇവിടെ? പൊന്നുവിൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി അമ്മമ്മേ. പൊന്നുവിനെ അച്ചാച്ചന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇനി പൊന്നുവിന് അച്ചാച്ചനില്ല. അതെ, അമ്മമ്മയെ ഞങ്ങൾ കണ്ട കാര്യം ആരോടും പൊന്നു പറഞ്ഞിട്ടില്ല. നിരഞ്ജന ചെറിയമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. നിരഞ്ജന ചെറിയമ്മ പാവമാണ്, പൊന്നുവിൻ്റെ അമ്മയെപ്പോലെ തന്നെയാ. അപർണ ചെറിയമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമാണ് അമ്മമ്മേ. എൻ്റെ അമ്മയെ എപ്പോഴും കളിയാക്കും. പൊന്നുവിനോടും ദേഷ്യ. അപർണ ചെറിയമ്മയുടെ അച്ഛൻ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. പൊന്നുവിന് അപർണ ചെറിയമ്മയുടെ അച്ഛനെ കാണുന്നത് തന്നെ പേടിയാണ്, അങ്ങോട്ട് പോവുകയില്ല. അപർണ ചെറിയമ്മയും അപർണ ചെറിയമ്മയുടെ അച്ഛനും എപ്പോഴും പൊന്നുവിൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തും.
എൻ്റെ അമ്മയ്ക്ക് ആരുമില്ല എന്ന് എപ്പോഴും പറയും. അത് കേട്ടിട്ട് പൊന്നുവിൻ്റെ അമ്മ കരയും. അമ്മമ്മ പൊന്നുവിൻ്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ. അമ്മമ്മ വന്നാൽ പൊന്നുവിൻ്റെ അമ്മയെ ആരും കളിയാക്കില്ല. അമ്മമ്മ വരുമോ? പൊന്നുവിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും രാധാമണിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അപ്പോൾ രാധാമണിയുടെ മുഖം തഴുകിക്കൊണ്ട് പൊന്നു ചോദിക്കുകയാണ്, അമ്മമ്മ എന്തിനാണ് അമ്മമ്മയെ കരയുന്നത്? അമ്മമ്മ കരയല്ലേ. ആരും കരയുന്നത് പൊന്നുവിന് ഇഷ്ടമല്ല. അമ്മമ്മ കരയല്ലേ അമ്മമ്മേ. ഉടനെ രാധാമണി പൊന്നുവിനെ ഇരു കൈകൊണ്ടും ചേർത്ത് തൻ്റെ നെഞ്ചോട് അമർത്തി ആശ്ലേഷിക്കുന്നുണ്ട്. തുടർന്ന് കാണുന്നത് ഉണ്ണിത്താൻ വക്കീൽ തൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് ഫോൺ ചെയ്യുന്ന കാഴ്ചയാണ്. വക്കീൽ പറയുകയാണ്, ഇത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രശംസയാണ് സാർ. ഞാനിതെൻ്റെ മോളോട് പറയാം. താങ്ക് യു സാർ. സാറിൻ്റെ അനുഗ്രഹം മാത്രം മതി എൻ്റെ മോൾക്ക്. താങ്ക് യു സോ മച്ച് സാർ. ഇത് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഉണ്ണിത്താൻ തൻ്റെ സഹായിയോട് ചോദിക്കുന്നുണ്ട്, അവളെ എവിടെ കൃഷ്ണ? മാഡം വരുന്നുണ്ട് സാർ. മറ്റു വക്കീലന്മാർ മാഡത്തെ പൊതിഞ്ഞു നിൽക്കുകയാണ്. സാറിൻ്റെ മകളായതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയല്ലേ? സത്യത്തിൽ സാറ് കൂടി കോടതി മുറിയിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ആ, നിരഞ്ജനയുടെ കോടതിയിലെ പെർഫോമൻസിനെ പറ്റി എനിക്ക് അപ്പോൾ തന്നെ വിവരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ വീണ്ടും പറയുകയാണ്, എതിർഭാഗം വക്കീൽ സക്കീർ ഹുസൈൻ ആയിരുന്നു. ഒബ്ജക്ഷൻ പറഞ്ഞ് നിരഞ്ജന മാഡം എഴുന്നേൽക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയതുപോലെയാണ് വക്കീലിൻ്റെ ഇരിപ്പ്. അപ്പോൾ ഉണ്ണിത്താൻ, ആ നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും കൃഷ്ണൻ, സാർ എന്തു പറഞ്ഞാലും ഈ കേസ് നിരഞ്ജന മാഡം തന്നെ ജയിക്കും. നമുക്ക് നോക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ നിരഞ്ജന അവിടേക്ക് എത്തുന്നുണ്ട്. വാ മോളെ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് എന്ന് ഉണ്ണിത്താൻ ചോദിക്കുമ്പോൾ, മോശമായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പോയിന്റുകളെല്ലാം അച്ഛൻ തന്നെയാണല്ലോ പറഞ്ഞു തന്നത്. പ്രസന്റേഷൻ മാത്രമല്ലേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ണിത്താൻ, സെഷൻസ് ജഡ്ജ് സോമശേഖരൻ സാർ എന്നെ വിളിച്ചിരുന്നു. ഉണ്ണിത്താൻ്റെ മകൾക്ക് ശോഭനമായൊരു ഭാവിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടിയാണല്ലോ അച്ഛാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നീ ഈ കേസിൽ ജയിച്ചാൽ അതൊരു വലിയ വാർത്തയാകും മോളെ. നിനക്ക് കുറച്ച് മത്സരബുദ്ധി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈ കേസ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. മോളെ, എന്നാലും ഒരു കാര്യം ഞാൻ പറയാം. ആദ്യ ദിവസം കണ്ട സക്കീർ ഹുസൈനെ ആയിരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നത്. അച്ഛാ, എന്നാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വൈകി ഉദിച്ച വിവേകമാണ് ഇത്. ഇതാണ് മോളെ നിന്റെ വഴി. പണത്തോട് ഒടുങ്ങാത്ത ആർത്തിയുമായി നടക്കുന്ന ഒരുത്തൻ്റെ കയ്യിലെ കളിപ്പാവയായി ജീവിതം ഹോമിച്ചു കളയേണ്ടവളല്ല മോള്. മക്കൾ നന്നായി ജീവിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. ഭൂമിയിൽ സ്വാർത്ഥതയില്ലാത്തവരായി അവർ മാത്രമേ ഉള്ളൂ. മക്കളുടെ പല ആഗ്രഹങ്ങൾക്കും അവർ എതിരി നിൽക്കുന്നത് അവരുടെ നന്മയെ കരുതിയാണ്. നിനക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. പല സ്ഥലത്തും തലകുനിച്ചു, യാചനയുമായി ചെന്നു. അത് ഒരച്ഛൻ്റെ കടമ. അതുപോലെ തന്നെ മോളെ, നിനക്കും ഒരുപാട് കടമകളുണ്ട്. അത് അച്ഛനെയും അമ്മയും ജീവിതാവസാനം വരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഒളിച്ചോടിപ്പോയാൽ ഒരു മകളുടെ കടമ നിർവഹിക്കുവാൻ നിനക്കൊരിക്കലും പറ്റില്ല മോളെ. അച്ഛൻ്റെ മനസ്സൊന്ന് ശാന്തമായത് തന്നെ നീ സ്വയം ഈ തീരുമാനം എന്നെ അറിയിച്ചപ്പോഴാണ്. അച്ഛനിപ്പോൾ ഉറങ്ങുവാൻ മദ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ണിത്താനൊരു മകളുണ്ട് എന്നുള്ള ചിന്ത മനസ്സിന് തരുന്ന കരുത്ത് എത്ര വലുതാണെന്ന് മോൾക്കറിയാമോ? പണത്തിനു വേണ്ടി അഴുക്ക് ചാലിലൂടെ ഒഴുകി നടക്കുന്നവനെ ഒഴിവാക്കി വിടുവാനുള്ളൊരു കരുത്ത് അത് നീ ആർജിച്ചെടുക്കണം. നിന്റെ വിജയം അവിടെ തുടങ്ങും. മറ്റൊരു വിവാഹ ബന്ധത്തിനു വേണ്ടി ഒരിക്കലും അച്ഛൻ മോളെ നിർബന്ധിക്കില്ല. അച്ഛന് നിന്നെ വേണം മോളെ. അച്ഛനും അമ്മയ്ക്കും വേറെ ആരാണുള്ളത്? ഇതൊക്കെ കേട്ടിട്ട് നിരഞ്ജനയുടെ മറുപടി, അച്ഛൻ്റെ വഴിയിലൂടെ നടന്നു തുടങ്ങിയത് തിരികെ നടക്കുവാൻ വേണ്ടി അല്ലച്ച. എന്നെ ഓർത്ത് അച്ഛൻ ഒരു ഭയവും ഇനി വേണ്ട. ഞാൻ ഇന്ന് വെറും നിരഞ്ജനയല്ല, അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താനാണ്. അച്ഛൻ്റെ പാത പിന്തുടരുവാൻ വന്ന മകൾ. തുടർന്ന് കാണുന്നത് സക്കീർ ഹുസൈൻ ക്ലബിലിരിക്കുമ്പോൾ തമ്പി തൻ്റെ അരികിലേക്ക് വന്ന് സംസാരിക്കുന്നതാണ്. തമ്പി ചോദിക്കുന്നുണ്ട്, രണ്ടെണ്ണം വിടാത്തവൻ എന്തിനാണോ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ സക്കീർ ഹുസൈൻ, ക്ലബിൽ വന്നാൽ മദ്യപിക്കണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ തമ്പി? കുടുംബമില്ലാത്ത ഞാൻ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കുന്നത് തനിക്ക് സുഖിക്കുന്നില്ല അല്ലേ? താൻ നല്ല ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യേ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അച്ഛനോടുള്ള കണക്ഷൻ തനിക്ക് മോനോടും ഉണ്ടായിരിക്കണമല്ലോ, പ്രത്യേകിച്ചും സൂര്യനാരായണൻ്റെ പ്രിയ പുത്രനോട്. അത്രേ ഉള്ളോ? ജാനകി തൻ്റെ അമ്മയെ കണ്ടെത്തുവാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ ഓർഫനേജുകളും കയറി ഇറങ്ങുന്നത് താൻ അറിഞ്ഞില്ലേ? ഇപ്പോൾ അവൾ വീട്ടിൽ വരാറില്ല എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. അമ്മയെ കണ്ടെത്താനോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെങ്ങനെ സാധിക്കാനാണ്? അതേടോ, എനിക്കും അറിയാത്തത് അതുതന്നെയാണ്. അതിന് സക്കീർ ഹുസൈൻ പറയുകയാണ്, ജാനകിക്ക് അമ്മയെ കണ്ടെത്തണമെങ്കിൽ അതിന് സൂര്യസാറിൻ്റെ മരണം കഴിയും വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ജാനകി പറയാതെ തന്നെ സൂര്യസാർ അതിന് മുന്നിട്ടിറങ്ങുമായിരുന്നില്ലേ? തമ്പിക്ക് അറിയുമോ എന്നെനിക്കറിയില്ല. ജാനകി സൂര്യപ്രഭ ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് വന്നൊരു പെണ്ണാണ്. കോഴിക്കോടിനും വയനാടിനും ഇടയിലുള്ള ഒരു ഓർഫണേജിലാണ് അവൾ വളർന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആദ്യം അവിടെ ഒരു കമ്പനിയിലായിരുന്നു അവൾക്ക് ജോലി കിട്ടിയത്.
അത് കഴിഞ്ഞല്ലേ അവൾ ഇവിടെ വന്നതും അബിയെ കല്യാണം കഴിക്കുന്നതും. കാലം ഇത്രയും കഴിഞ്ഞു. ഇനി ആരെയെന്ന് കരുതിയാണ് അന്വേഷിച്ചു പോകാൻ പറ്റുക? അപ്പോൾ തമ്പി, അവൾ മാത്രമല്ല, അബിയും അതിനുവേണ്ടി കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അവളുടെ അച്ഛനെയോ അമ്മയെയോ അളകാപുരിയിൽ കൊണ്ടുവരും എന്നാണ് ഞാൻ ഇരിക്കുന്ന സമയത്ത് അവൻ വെല്ലുവിളിച്ച് പറഞ്ഞത്. അതിന് സക്കീർ ഹുസൈൻ, പറഞ്ഞത് തമ്പിയോടല്ലേ? തമ്പിയും ഇതുപോലെ പൊട്ടത്തരം പറയുന്ന കക്ഷിയല്ലേ? അത് കേട്ടിട്ട് തമ്പി പറയുകയാണ്, തലയിൽ പൂടയില്ല എന്ന് കരുതി എനിക്കിട്ട് ഊതരുത്. അപ്പോൾ വീണ്ടും സക്കീർ ഹുസൈൻ പറയുകയാണ്, ജാനകി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായി അബി ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. അതിലെന്ത് കാര്യമാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചു. അബി പറഞ്ഞു, നിങ്ങളുടെ മകളുടെ കുത്തുവാക്കും പരിഹാസവും ജാനകിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്ന്. എന്നാൽ നിങ്ങളുടെ വാടകയ്ക്ക് വീടെടുത്ത് അങ്ങോട്ട് മാറാൻ ഞാൻ പറഞ്ഞു. പക്ഷേ വീട് മാറ്റത്തിന് അബി തയ്യാറല്ല. അച്ഛൻ ഉറങ്ങുന്ന വീടല്ലേ അത്. അതുകൊണ്ടായിരിക്കും ജോലി എന്ന ചിന്ത ഇപ്പോൾ ജാനകിക്കുണ്ടായത്. ഏത് കമ്പനിയിൽ ചെന്നാലും ജാനകിക്ക് ജോലി ഉറപ്പാണ്. അതിനുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അവൾക്കുണ്ട്. അവളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറിയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. അവർ ജീവിച്ചു പോകട്ടെ തമ്പി. എന്തിനാണ് താൻ അവരുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത്? അപ്പോൾ തമ്പി, വിടില്ലടോ, ഞാൻ അവനെയും അവളെയും വിടില്ല. അവനെ ഒരു കാലത്തും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ തമ്പി സമ്മതിക്കില്ല. എൻ്റെ കണ്ണിൽ സൂര്യനാരായണന് ഒരു മകനേ ഉള്ളൂ, അത് അബിയാണ്. ബാക്കി 2 വെറും വാഴകൾ. സൂര്യ പോയി എന്ന് വെച്ച് എനിക്കെൻ്റെ കണക്കുകൾ തീർക്കണ്ടയോടൂ. അതിന് തമ്പിക്ക് അവൻ്റെ മകൻ തന്നെ മതി. ഇത്രയും പറഞ്ഞിട്ട് തമ്പി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് കാണുന്നത് അബി സക്കീർ ഹുസൈനെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ജാനകി വന്നിട്ട് അബിയേട്ട എന്ന് വിളിക്കുമ്പോൾ, സക്കീർ ഭായിയെ കിട്ടുന്നില്ലോ ജാനകി. നാളെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കുകയും ചെയ്തു. പെട്ടെന്നൊരു വീട് കണ്ടുപിടിക്കണ്ടേ അബിയേട്ട? 1-2 ദിവസം ഇവിടെ കഴിഞ്ഞാലും സ്വാമിജി ഒന്നും പറയില്ല. ആശ്രമത്തിൽ അബിയേട്ടന് കിട്ടിയ സ്വീകരണം കണ്ടില്ലേ? അത് അച്ഛൻ ചെയ്ത പുണ്യം. പിതാക്കൾ ചെയ്തത് മക്കൾ അനുഭവിക്കും എന്നല്ലേ പറയാറ്? അത് നല്ലതായാലും ചീത്തയായാലും. ഇത് കേട്ടുകൊണ്ട് അബി അങ്ങ് ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും, എന്താ ചിരിച്ചത്? ഏയ്, അത് പറഞ്ഞാൽ നീ സഹിക്കില്ല, അതുകൊണ്ടാ. മനസ്സിലായി, ഞാനത്ര മണ്ടിയൊന്നുമല്ല. എൻ്റെ അച്ഛൻ്റെ ചെയ്തികളുടെ ഫലം ഞാൻ അനുഭവിക്കും എന്നല്ലേ? കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് ഒരു യോഗമുണ്ട്. അയാൾക്കൊരു മകളേ ഉള്ളൂ. അയാളുടെ സ്വഭാവം അവൾ കാണിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഉടനെ അബി, ഓ, നമുക്കതങ്ങ് വിടാം. സക്കീർ ഭായ് ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ അത് നടപ്പാക്കിയിരിക്കും. അതുകൊണ്ട് നാളെ ഏതെങ്കിലും സമയത്ത് നമുക്ക് അമ്മയുമായി ശരണാലയം വിടേണ്ടി വരും. അതിന് നീ തയ്യാറായിക്കൂ. അപ്പോൾ ജാനകി പറയുകയാണ്, അമ്മയെ എവിടേക്ക് കൊണ്ടുപോയാലും മേരിയമ്മയെ കൂടെ കൂട്ടണം. കേട്ടറിഞ്ഞതു വെച്ച് മേരിയമ്മയ്ക്ക് സ്വന്തക്കാരായി ആരുമില്ല. അവരെ ഞാൻ കൈവിടില്ല ബിയേട്ട. ദൈവം ചിലതൊക്കെ ചിലർക്ക് കരുതി വെക്കാറുണ്ട്. എനിക്ക് മേരിയമ്മയും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ വീട് കിട്ടിയാൽ ഞങ്ങളെ അവിടെ എത്തിച്ചിട്ട് അബിയേട്ടൻ മോളുമായിട്ട് അളകാപുരിയിലേക്ക് പോകണം. അമ്മയെ ഡോക്ടറുടെ അരികിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. നമ്മൾ കുറെ കാലം മാറി താമസിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോരെ? സ്വാമിജി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മാത്രവുമല്ല, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയുവാൻ അപർണയ്ക്കുള്ള അമിതമായ താല്പര്യം അത് അബിയേട്ടന് അറിയാവുന്നതാണല്ലോ. എന്നെ തോൽപ്പിക്കുന്നതിൽ കവിഞ്ഞ് അവൾക്കൊന്നുമില്ല. അവൾ തേടിപ്പിടിച്ചു വരും. മൂന്നാറിലെ എസ്റ്റേറ്റിനെ പറ്റിയും അബിയേട്ടനെ കുറിച്ചുമുള്ള വിവരങ്ങൾ തേടിപ്പിടിച്ചു കൊണ്ടുവന്നത് അവളാണ്. അത് മറക്കരുത്. അതിന് അബി, നമ്മൾ അമ്മയെ കണ്ടെത്തി. പക്ഷേ അമ്മയാരാണെന്ന സത്യം ഇനി തമ്പി തിരിച്ചറിയുന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ജാനകി എവിടെ എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയുണ്ട്. അവൾ എന്ത് കഥ വേണമെങ്കിലും മെനയട്ടെ. അബിയേട്ടനും പൊന്നുവും അളകാപുരിയിൽ ഉണ്ടെങ്കിൽ അവൾ അല്പം അടങ്ങും. ഞാൻ പറയുന്നത് അബിയേട്ടനൊന്ന് കേൾക്ക്. അപ്പോൾ പെട്ടെന്ന് അബി ചോദിക്കുകയാണ്, അല്ല, പൊന്നു എവിടെ? അമ്മയുടെ കൂടെയാണോ? സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ ചെന്നപ്പോഴേ അമ്മയുടെ കൂടെ കിടന്ന് പൊന്നു ഉറങ്ങുകയാണ്. അമ്മയോട് അവൾ വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു എന്നാണ് മേരിയമ്മ പറഞ്ഞത്. അമ്മയിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ലത്രേ. കുറച്ചു ദിവസം അമ്മയ്ക്കൊപ്പം അവളെ നിർത്തിയാൽ മതി. അമ്മയെക്കൊണ്ട് അവൾ താനെ സംസാരിപ്പിച്ചുകൊള്ളും. അതത്ര നിസ്സാരമായ കാര്യമല്ല ബിയേട്ട. അരികിൽ വന്ന ഏതോ ഒരു കുഞ്ഞെന്ന വികാരം മാത്രമേ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴുള്ളൂ. പെട്ടെന്ന് അബി പറയുകയാണ്, അതെ, ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ സക്കീർ ഭായി ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അബി തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് കാണുന്നത് അളകാപുരിയിൽ അപർണ പ്രഭയുമായി സംസാരിക്കുന്ന കാഴ്ചയാണ്. അപർണ ചോദിക്കുകയാണ്, അമ്മേ, ജാനകി എവിടെയാണ്? എന്താണ് അമ്മ അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? ഞാനെന്തിനാണ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത്? അമ്മയല്ലാതെ മറ്റാരാണ് ജാനകിയോട് ഇതൊക്കെ ചോദിക്കേണ്ടത്? വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വലിയ ബാഗുമൊക്കെ എടുത്ത് കുടുംബസമേതം പോയിരിക്കുകയാണ്. എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് ചോദിക്കുവാനുള്ള അവകാശം അമ്മയ്ക്കില്ലേ? അപർണേ, എനിക്കിവിടെയുള്ള അവകാശത്തെ പറ്റിയൊക്കെ ഞാൻ ബോധവതിയാണ്. മനസ്സാവാച ഒന്നും അറിയാത്ത എന്നെ കൊണ്ടുപോയി ഒരു മഹാപാപത്തിന്റെ പങ്കു പറ്റിച്ചവളാണ് നീ. അന്നേരം എനിക്ക് ഈ വീട്ടിലുള്ള അവകാശത്തെപ്പറ്റി നീ ഒന്നും അറിയാതെ പോയോ? അമ്മയെ അഗതി മന്ദിരത്തിലാക്കിയ കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്.
അമ്മയ്ക്ക് അവിടെ വെച്ച് എന്നെ എതിർത്ത് പറയാമായിരുന്നല്ലോ. പിന്നെ എന്താ അമ്മ അപ്പോൾ വായി പൂട്ടി നിന്നത്? എന്നിട്ട് ഒടുവിൽ പഴി എനിക്കും. ഇരുവരുടെയും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നിരഞ്ജന അപ്പോൾ എത്തുന്നുണ്ട്. നിരഞ്ജനയെ കണ്ടുകൊണ്ട് അപർണ പറയുകയാണ്, നിരഞ്ജന തന്നെയാണ് ഭാഗ്യവതി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിരഞ്ജനയ്ക്ക് അറിയണ്ടല്ലോ. അപ്പോൾ നിരഞ്ജന, അതിനു മാത്രം ഇപ്പോൾ ഇവിടെ എന്ത് കാര്യമാണ് ഉണ്ടായത്? അതിന് മറുപടി പറയുന്നത് പ്രഭയാണ്. ജാനകി വലിയൊരു ബാഗുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ അവൾ എവിടേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അപർണയ്ക്ക് അറിയേണ്ടത്. നിന്നോട് എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. വലിയ ബാഗുമായിട്ടാണ് ഏട്ടത്തി പോയതെങ്കിൽ ഉടനെ മടങ്ങി വരില്ല എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും കേൾക്കുമ്പോഴേക്കും അപർണയൊന്ന് ഞെട്ടുന്നുണ്ട്. ആ ഞെട്ടലോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് നാളത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള സൂചന നൽകിക്കൊണ്ട് ജാനകി സംസാരിക്കുന്നതാണ് കാണുന്നത്. അമ്മ ശരിക്കും ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ. അമ്മയെ തിരിച്ചു കൊണ്ടുവരണം. അതുമാത്രമേ നമ്മുടെ മുൻപിൽ ഇനിയുള്ളൂ. അപ്പോൾ അബി, വീട് വിട്ട് ജാനകി എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആലോചിച്ചൊരു മറുപടി കണ്ടെത്താം. തുടർന്ന് അപർണ നിരഞ്ജനയോട് പറയുന്നതാണ് കാണുന്നത്. ഒന്നുകിൽ നിരഞ്ജനയോട് ജാനകി സത്യങ്ങൾ പറയാത്തതാണ്, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ നിരഞ്ജന ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇത് രണ്ടിൽ ഒന്നല്ലേ സത്യം? തുടർന്ന് കാണുന്ന കാഴ്ച തമ്പി പ്രഭയോട് സംസാരിക്കുന്നതാണ്. അയാൾ പറയുകയാണ്, തമ്പിയുടെ മകൾക്കേ കണ്ടവന്റെ വീട്ടിൽ കുടികിടക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഇത് കേട്ടുകൊണ്ട് പ്രഭ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത്? ഇത് അബിയെ വിളിച്ച് നിങ്ങൾ പറയണം, വീട് വിട്ടൊഴിഞ്ഞു തരുവാൻ. അതിന് നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ സൂര്യനാരായണന്റെ ഭാര്യ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് അങ്ങ് പോകും എന്ന് പറഞ്ഞേക്കണം. ഇത് കേട്ടുകൊണ്ട് ഞെട്ടി നിൽക്കുന്ന പ്രഭയെ കാണിച്ചുകൊണ്ടാണ് ആ പ്രമോയും അവസാനിക്കുന്നത്. ജാനകിയുടെയും അബിയുടെയും വീട് എന്ന അടിപൊളി സീരിയലിന്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ അതിരാവിലെ തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തേണ്ടതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.